സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. നേപ്പാളിലെ ബോട്ടെ-കോശി നദിയിലുണ്ടായ അപ്രതീക്ഷിത വെള്ളപ്പൊക്കം ആശങ്ക ഉയർത്തുന്നു. 300ഓളം ഇന്ത്യക്കാർ നേപ്പാളിൽ കുടുങ്ങി. ഇതിൽ 53 പേർ മലയാളികളാണ്. കഴിഞ്ഞ ദിവസമാണ് മിന്നൽ പ്രളയമുണ്ടായത്. നാലോണ നാളിൽ തൃശൂരിൽ അരങ്ങേറുന്ന പുലിക്കളി മത്സരത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി മേയർ. പുലിക്കളി സംഘങ്ങൾക്കുള്ള തൃശൂർ കോർപ്പറേഷന്റെ ധനസഹായം 3,50,000 രൂപയായി വർദ്ധിപ്പിച്ചതായും മേയർ. പ്രതിയെ പിടികൂടാനെത്തിയ കുന്നംകുളം പോലീസ് സംഘത്തിന് നേരെ ആക്രമണം. 2 പോലീസുകാർക്ക് പരിക്കേറ്റു. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ CPOമാരായ രതീഷ്, ദേവനാരായണൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. പുന്നമ്പറമ്പിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ഗൃഹനാഥന് പരിക്കേറ്റു. കരിമത്ര സ്വദേശി നീണ്ടുശ്ശേരി വീട്ടിൽ പോളിനാണ് പരിക്കേറ്റത്. കൊടുങ്ങല്ലൂർ താലൂക്കിന്റെ തീരപ്രദേശങ്ങളിലെ രൂക്ഷമായ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായി അറപ്പ തുറന്നു. എറിയാട്, എടവിലങ്ങ് പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള പുതിയ റോഡ് കടപ്പുറത്താണ് അറപ്പ തുറന്നത്. കലിംഗ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഓണാഘോഷം മുതുവറ ക്ഷേത്ര മൈതാനിയിൽ നടന്നു. വാർഡ് മെമ്പർ CN ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. KPMS കൊടകര യൂണിയന്റെ നേതൃത്വത്തിൽ 164ാമത് മഹാത്മാ അയ്യങ്കാളി ജയന്തി ആഘോഷിച്ചു. കൊടകര സെന്ററിൽ നടന്ന സമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK സുബ്രൻ ഉദ്ഘാടനം ചെയ്തു. തമിഴ് ബ്രാഹ്മണർ ആവണിയവിട്ടം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. തൃശൂർ പഴയ നടക്കാവ് നടുവിൽ മഠത്തിൽ നടന്ന ചടങ്ങിൽ സുരേഷ് വാദ്യാരുടെ നേതൃത്വത്തിൽ ഉപവീതധാരണം, കൃഷിതർപ്പണം, ഹോമം, വേദാരംഭം എന്നീ പരിപാടികളോടെ ആവണിയവിട്ടം ആഘോഷിച്ചു. ഓണാഘോഷത്തിന്റെ ഭാഗമായി DYFI എയ്യാൽ പാറപ്പുറം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കണ്ടത്തിൽ ഓട്ട മത്സരം സംഘടിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടറി അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് ഗവൺമെന്റ് സ്കൂളിന് സമീപം ഓടിക്കൊണ്ടിരുന്ന കാർ കത്തി നശിച്ചു. പുതുക്കാട് പാഴായി സ്വദേശി ചെമ്മണ്ടപ്പറമ്പിൽ നന്ദേഷിന്റെ കാറാണ് കത്തി നശിച്ചത്. മുല്ലശ്ശേരിയിൽ വീടിനെ തീപിടിച്ചു. മുല്ലശ്ശേരി ചിരിയങ്കണ്ടത്ത് റോബിന്റെ വീട്ടിലെ അടുക്കളയാണ് കത്തി നശിച്ചത്. KPMS കൊടുങ്ങല്ലൂർ താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ മഹാത്മാ അയ്യങ്കാളി ജയന്തി ആഘോഷിച്ചു. മന്ത്രി OJ ജനീഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂരിൽ ആക്രിക്കടയിൽ മോഷണം നടത്തിയയാൾ അറസ്റ്റിൽ. കരുനാഗപ്പള്ളി തൊടിയൂർ പുത്തൻ വീട്ടിൽ സുനിലിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വടൂക്കര സന്മാർഗ ദീപം വായനശാലയുടെ ഓണാഘോഷ പരിപാടികളുടെ സമാപനം ഡെപ്യൂട്ടി മേയർ A പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ മുഖ്യാതിഥിയായി. വായനശാല പ്രസിഡന്റ് തിലകൻ കൈപ്പുഴ അധ്യക്ഷത വഹിച്ചു. നെല്ലങ്കര മാർ എസ്തപ്പനോസോ സഹിത പള്ളി വികാരി ഫാദർ ലാസർ മടത്തുപടി കശീശയുടെ 25ാം പട്ടത്ത രജത ജൂബിലി വാർഷികാഘോഷം നടന്നു. കൽദായ സൂര്യാനി സഭാ മേലാധ്യക്ഷൻ മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു.